സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം ഏറ്റവും ഭീകരമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. ആനയും പുലിയും കാട്ടുപോത്തുമെല്ലാം കാടിറങ്ങുന്നു. ഇടുക്കിയിലെ മലയോര മേഖല ഭീതിയിലാണ്. മനുഷ്യജീവനുകൾ കാട്ടാനക്കലിയിൽ പൊലിയുമ്പോൾ വളർത്തുമൃഗങ്ങൾ പുലിയുടെ ആക്രമണത്തിന് ഇരകളാകുന്നു. ഒരു വർഷം മുമ്പ് വരെ അരിക്കൊമ്പനായിരുന്നു ഇടുക്കി ചിന്നക്കനാലിലെ കൊലയാളിയായ ഒറ്റയാൻ. അരിക്കൊമ്പനെ നാടുകടത്തിയതോടെ ആദ്യം എല്ലാം ശാന്തമായിരുന്നു. എന്നാൽ സമീപകാലത്തായി ചക്കക്കൊമ്പനും മുറിവാലനും എത്തിത്തുടങ്ങി. പന്നിയാറിൽ അരിക്കൊമ്പന്റെ സ്ഥിരം ഇരയായ റേഷൻ കട തകർത്തായിരുന്നു ചക്കക്കൊമ്പന്റെ അരങ്ങേറ്റം. കടയ്ക്കുനേരെ 2 തവണ ആക്രമണമുണ്ടായി. ഈ അരിക്കൊമ്പനോട് പോയതോടുകൂടി അല്പ ആശ്വാസം ഉണ്ടായിരുന്നു. 5-8 മാസമായുള്ളൂ നമ്മളിങ്ങോട്ട് മാറിയിട്ട്. ഈ കെട്ടിടം നവീകരിക്കപ്പെട്ടു. വനംവകുപ്പാണ് നമുക്ക് നല്ലൊരു ഫെൻസിങ് വെച്ച് തന്നു. അപ്പോൾ ഫെൻസിങ് എല്ലാം ഉള്ള ഷുവർട്ടിയിലാണ് നമ്മൾ അല്പം റിലാക്സ് ആയി നിന്നത്. അതിനിടയ്ക്കാണ് നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് മിനിഞ്ഞാന്ന് രാവിലെ ചക്കക്കൊമ്പൻ എന്ന് പറഞ്ഞ ആന ഇവിടെ എത്തുകയും പുറത്തു നിന്ന ഒരു കൊടി മരം പിഴുതെടുത്ത് ഈ ഫെൻസിങ് തകർത്തുകൊണ്ടാണ് അകത്തോട്ട് കയറി ഇത്രയും ആക്രമണങ്ങൾ കാണിച്ചിട്ട് പോയേക്കുന്നത്. ഇന്നലെയും ഒരു വീടങ്ങാണ്ട് പൊളിച്ചു കളഞ്ഞായിട്ട് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഒരു ശീലമായിട്ട് മാറും. അപ്പോൾ അത് വീണ്ടും നമുക്ക് പ്രതിസന്ധി സൃഷ്ടിക്കും. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മാനസിക നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിക്ക് ഇവിടെ വെച്ച് റേഷങ്ങൾ നടത്തി പോകാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്തനയാണ് നമ്മളിപ്പോൾ ഉള്ളത്. സിംഗുകണ്ഠമാണ് ചക്കക്കൊമ്പന്റെ പ്രധാന താവളം. ഇവിടെ ഏക്കർ കണക്കിന് കൃഷി നശിപ്പിച്ചു. രാത്രിയിൽ വീടിന് നേരെ ആക്രമണമുണ്ടായി. വെളുപ്പിന് 4 മണിക്ക് ഞാൻ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഫ്രണ്ടിൽ കുറച്ച് വേസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തോ ഗ്ലാസിൻ്റെ എന്തോ സൗണ്ട് കേട്ടു. എന്തോ കുപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ. അതിൻ്റെ സൗണ്ട് കേട്ടോണ്ട് ഞാൻ പെട്ടെന്ന് എണീറ്റ് വന്ന് ഞാൻ ഇവിടെ നിന്ന് ഈ സ്റ്റെപ്പ് കയറി ഇവിടെ വന്നപ്പോഴത്തേക്കും ആന ഇവിടെ ഇടിച്ച് തള്ളി ഞാൻ ഈ ഡോറ് തുറന്നപ്പോഴത്തേക്കും അവൻ ആ സൈഡ് അന്നേരത്തേക്കും താഴെ ആന ഇറങ്ങി. അപ്പോൾ ആ സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നെങ്കിൽ ആളും തീർന്നേനെ. ചക്കക്കൊമ്പനൊപ്പം മുറിവാലനും തോട്ടം മേഖലയിൽ ഭീതി പരത്തുന്നു. ഇതിനിടെയാണ് പൊതുവെ ശാന്തനായിരുന്ന പടയപ്പ അക്രമകാരിയായി മാറിയത്. ദേവികുളത്ത് ടോൾ പ്ലാസയിൽ ബസ് തടഞ്ഞ പടയപ്പ മൂന്നാർ മറയൂർ റോഡിലും സ്ഥിരമായി ഇറങ്ങുന്നു. പടയപ്പ അക്രമകാരിയായതോടെ ആനയെ നിരീക്ഷിക്കാൻ പ്രത്യേക RRT സംഘത്തെ വനം വകുപ്പ് നിയോഗിച്ചു. മൂന്നാർ ലാൻഡ്സ്കേപ്പിൽ ഇത് എസ്റ്റേറ്റുകളും അതോട് ചേർന്നിട്ടുള്ള ശോലവനങ്ങളും യൂക്കാലിറ്റസ് പ്ലാന്റേഷനുകളും അതിനോട് ചേർന്നുള്ള മറ്റു വനങ്ങളുമാണ് ഉള്ളത്. അപ്പോൾ ഈ കാട്ടാനകൾ കുറേ കാലാകാലങ്ങളായിട്ട് ഇതിന് പ്രത്യേക റൂട്ടുകളുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ളതൊരു ചോല വനത്തിലേക്ക് അത് തൽക്കാലം മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ മേജർലി വേണ്ടത് നമുക്ക് ഈ സ്ഥലത്ത് ലൈൻസുകളുണ്ട്, ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മളുടെ യഥാർത്ഥത്തിൽ ഇവിടെ മോണിറ്ററിങ്ങിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ 3 RRT ടീം ഈ മൂന്നാർ ചിന്നക്കനാൽ ലാൻഡ്സ്കേപ്പിലുണ്ട്. അതോടൊപ്പം ഇപ്പം മസ്തിലായിരുന്ന പടയപ്പോൾ ഇപ്പോൾ ഏകദേശം മസ്ത് കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനെ നിരീക്ഷിക്കാൻ വേണ്ടി പ്രത്യേക സംഘം ഇതെല്ലാം ഇവിടെ നമ്മൾ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നിട്ടും നമുക്കുള്ള മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ വൈകുന്നേരം ഇരുട്ടി തുടങ്ങുന്നത് മുതൽ രാവിലെ വെളിച്ചം വരുന്ന വരെയുള്ള സമയത്ത് ഈ ആനകളുടെ മൂവ്മെൻറ്റ്സ് നമുക്ക് എങ്ങനെ ലഭ്യമാക്കാം. കഴിഞ്ഞ ദിവസം നമുക്കറിയാം പടയപ്പോൾ വേറൊരു സ്ഥലത്തായിരുന്നുള്ളത്, കടലാർ സൈഡിലായിരുന്നു. അത് രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്ക് 10 കിലോമീറ്ററോളം സഞ്ചരിച്ച് അത് മാട്ടുപ്പെട്ടിയിലേക്ക് വരികയാണ് ഉണ്ടായത്. അപ്പോൾ ആ തരത്തിൽ നമുക്ക് നമ്മളുടെ സ്റ്റാഫിൻ്റെ സേഫ്റ്റിയും കൂടെ നോക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വളരെ ക്ലോസ് റേഞ്ചിലോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഇന്ന സ്ഥലത്താണെന്നുള്ളതെന്ന് അറിയാം, നമ്മളെ സ്പെഷ്യൽ ടീം അതിൻ്റെ പിറകെ തന്നെ ഉണ്ട്. പക്ഷേ ഈ തരത്തിലുള്ള രാത്രി മൂവ്മെൻറ്റ്സ് പലപ്പോഴും നമുക്ക് കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനാണ് ഈ തരത്തിലുള്ള ടെക്നോളജികളുടെ സഹായത്തോടു കൂടെ അപ്പോൾ നമുക്ക് ഇപ്പോൾ മാട്ടുപ്പെട്ടിയിലേക്ക് വരുവാണെങ്കിൽ അപ്പോഴേക്കും നമുക്കറിയാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അവിടെയുള്ള ടീമിനെ നമുക്ക് അലേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ഈ തരത്തിലുള്ള ഈ സംഭവങ്ങൾ, ദൗർഭാഗ്യകരമായ സംഭവങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കാട്ടാനയ്ക്ക് പിന്നാലെ പുലിയും കാട്ടുപോത്തും ജനവാസ മേഖലയിൽ ഇറങ്ങുന്നു. തലയാറിൽ പുലിയുടെ ആക്രമണത്തിൽ പശു ചത്തു. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 5 വളർത്തുമൃഗങ്ങളെയാണ് പുലി പിടിച്ചത്. வீட்டு பக்கம், அதாவது வந்து இது ஆளுங்க ஜீவிக்கக்கூடிய பக்கத்தில் வந்து ஒரு 100 அடி வித்தியாசத்தில் இந்த மாடு வந்து அடிச்சிட்டு
அதனால் அவங்கெல்லாம் டெம்பரரியாக தான் இருக்காங்க. அவங்களுக்கு இந்த மாடை வச்சு தான் வாழ்வாதாரம். அதனால் நீங்கள் கவர்மெண்ட்டில் இருந்துட்டு ஃபாரஸ்ட் டிபார்ட்மெண்ட்டு உடனே இதை வந்து சக்தமான நடவடிக்கை எடுத்து இந்த புலியை மாற்றதுக்கு நீங்கள் ஏற்பாடு பண்ணணும்னு கடுமுடி மக்கள் சார்பாக கேட்டுக்கணும். அது மட்டும் இல்லாமல் இந்த மாதிரி போயிட்டு இருந்தால் நாங்கள் சக்தமான போராட்டம் வண்டி மறியல்லேருந்து எல்லாமே நாங்கள் இந்த கடுமுடி டிவிஷன்லேருந்து எல்லாரும் போய் റോഡ് മറിയൽ பண்ணக்கூடிய ഒരു സിറ്റുവേഷൻ വരും. കുമളി സ്പ്രിംഗ് വാലിയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഏലത്തോട്ടത്തിൽ നിന്ന കാട്ടുപോത്താണ് സ്പ്രിംഗ് വാലി സ്വദേശി രാജീവിനെ ആക്രമിച്ചത്. മൂന്നാറിന് പുറമെ പീരുമേട് അയ്യപ്പൻകോവിൽ മേഖലകളിലും കാട്ടാന ആക്രമണം പതിവാണ്. പീരുമേട്ടിലെ ജനവാസ മേഖലകളിൽ പതിവായി കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നു. ആന വരുന്നത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ആന പറമ്പിൻ്റെ സൈഡിൽ കൂടെ കയറി വരുന്നത്. ഞങ്ങൾ തീയുമൊക്കെ കത്തിച്ച് രാത്രി 2 മണി 3 മണി രാത്രിക്കൊക്കെ ഞങ്ങളിവിടെ കാവലിരിക്കുക, അയൽവക്കംകാരും ഒക്കെ ആയിട്ട് ഞങ്ങൾ കൂടി കാവലിരുന്ന് ആനയെ ഓടിച്ചു വിടുക. ഒരു ലൈറ്റ് വെട്ടം പോലും ഇവിടില്ല. വെട്ടത്തിനൊക്കെ ഞങ്ങൾ അപേക്ഷ കൊടുത്ത് ഞങ്ങളിവിടെ പരാതി പറഞ്ഞ് എന്നിട്ട് പോലും ഒരു മനുഷ്യനെ ഞങ്ങളെ പരിഗണിക്കുന്ന ഒരു പരിപാടി ഇവിടെ കാണുന്നില്ല. കമ്പി വലിച്ചിട്ടുണ്ട്, ഇത് പോസ്റ്റ് വഴിയല്ല ലൈറ്റ് ഇട്ട് തരാമെന്നും പറഞ്ഞുകൊണ്ട് ഇതുവരെ അതിനൊരു നടപടിയോടല്ല. ഇതാരും അന്വേഷിക്കുന്നുമില്ല, ആരും ഇത് അറിയുന്നുമില്ല. പരാതി ഞങ്ങളെന്നും പറയുന്നുണ്ട്, വരുന്നവരോടൊക്കെ ഞങ്ങൾ പരാതി പറയുന്നുണ്ട്. ഇതുവരെ ഒരു തീരുമാനമില്ല. സർക്കാർ തലത്തിൽ പോലും ആദിവാസികളുടെ ഫണ്ട് ഇവിടെ കോടിക്കണക്കിന് രൂപ മാറ്റി വെക്കുന്നുണ്ടെന്ന് ഇവിടെ പറഞ്ഞ് ഞങ്ങളെ കേൾപ്പിക്കുന്നുണ്ട്. നേരെ വഴിയെ കയറി വരും ആന. ആ വരവ് വന്നു കഴിഞ്ഞാൽ നേരെ വന്ന് റോഡിൽ മെയിൻ റോഡിൽ വന്ന് ഈ ടാറിംഗ് റോഡിൽ കൂടെ ആന കയറി വരും. ആ ഒരു അവസ്ഥയാണ് ഞങ്ങൾ ഇവിടെ കിടക്കുന്നത്. ജീവനിൽ ഭയന്ന് ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ മാറിയിരിക്കുകയും ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ പരാതി അവലാതി ആരോടുത്താണ് ഞങ്ങൾ പറയുന്നത്? ആദിവാസി മേഖലകളായ കോവിൽമല, കണ്ണമ്പടി തുടങ്ങിയ പ്രദേശങ്ങളിലും കാട്ടാനകൾ ഭീതി സൃഷ്ടിക്കുന്നു. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇവ ജനവാസ മേഖലകളിലെത്തുന്നു. വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന കാട്ടാനക്കൂട്ടത്തെ തുരത്താൻ ആഴികൂട്ടി രാത്രികളിൽ കാവലിരിക്കുകയാണ് കർഷകർ. ഞങ്ങളിവിടെ താമസിക്കുന്നത് പേടിച്ചൊക്കെയാണ്. ആന എപ്പോഴും ഇവിടെ കയറി വരുന്നുണ്ട്. ഭയങ്കര ശല്യമാണ്. കൈക്കുഞ്ഞിനെയൊക്കെ കൊണ്ടാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ലൈറ്റൊക്കെ ഒന്നുമില്ല. അതൊന്നും ഇട്ട് തരാൻ പറഞ്ഞിട്ട് കുറേ ആയി. ഇതുവരെ അതിനൊന്നും ഒരു ഇതും ആയിട്ടില്ല. ആന രാത്രിയാണ് ഇവിടെ കയറി വരുന്നത്. രാത്രി ഇന്ന് രാവിലെ താഴെ കണ്ട കയറി വന്നെന്ന് പറഞ്ഞു. കൊമ്പനാ കയറി വന്നത്. മിനിഞ്ഞാന്ന് ഇവിടെ കയറി വന്നു. ഇവരെല്ലാം കൂടെ പടക്കമൊക്കെ പൊട്ടിക്കുന്നതുകൊണ്ട് മേളിലേക്ക് റോട്ടിലേക്ക് കയറുന്നില്ല. ഇവിടെ വരെ വരുന്നുണ്ട്. ബാക്കിയുള്ളവർ പേടിച്ച് അവിടെ കിടക്കുന്നത്. ആനയും കടുവയും പുലിയും കാട്ടുപോത്തും മാത്രമല്ല, പെരുമ്പാമ്പും ജനവാസ മേഖലയിലെത്തുന്നത് പതിവാണ്. മൂന്നാറിലെ മലമുകളിൽ കരിമ്പുലിയും ഇറങ്ങി. വേനൽ ശക്തമായതോടെ തീറ്റയും ഭക്ഷണവും തേടിയാണ് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. വനത്തിനുള്ളിൽ തന്നെ ഇവയ്ക്ക് ഭക്ഷണവും വെള്ളവും ഒരുക്കുകയാണ് വന്യമൃഗശല്യം കുറയ്ക്കാനുള്ള ഫലപ്രദമായ മാർഗം. 18ഓളം ആനകൾ ഇവിടെ ഉണ്ട്. ചക്കക്കൊമ്പൻ മുതൽ അരിക്കൊമ്പൻ മുതൽ അരിക്കൊമ്പനല്ല മറ്റേ മുറിവാലം മുതൽ ഉള്ള ആനകൾ. അപ്പോൾ ഈ ആനകളുടെ ശല്യം ഇപ്പോൾ വളരെ രൂക്ഷമായിട്ട് ഈ 3-4 മാസത്തോളമായി വേനൽ തുടങ്ങിയത് മുതൽ കൃഷി മേഖലയിൽ തന്നെയാണ് ആനകൾ വിഹരിച്ചുകൊണ്ട് നടക്കുന്നത്. അതായത് ആനകൾക്ക് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് വനഭൂമി എന്ന് പറഞ്ഞതില്ല. വനഭൂമി യൂക്കാലി പുല്ലുമേടുകളിലൊന്നും ആന നിൽക്കത്തില്ല. അപ്പോൾ ഈ അവസ്ഥയിലാണ് ഈ കൃഷിത്തോട്ടങ്ങളിലേക്ക് സ്ഥിരമായിട്ട് രാവും പകലും മുഴുവനും കൃഷി മേഖലകളിലാണ് ആനകൾ. ഇപ്പോൾ തോട്ടങ്ങളിൽ പണിയെടുക്കാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങൾ ഈ നാട്ടിലുണ്ട്. ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ വരുന്നതിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ സ്ഥാനാർത്ഥിമാർ ഈ നാട്ടിലെ ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കാനുള്ള തയ്യാറാവണം. അവർ തരുന്ന ഉറപ്പ് ഞങ്ങൾക്ക് ഈ വന്യമൃഗശല്യത്തിൽ നിന്നും കരകയറ്റാൻ പറ്റുമെന്നുള്ള ഉറപ്പ് തരുന്ന ഏത് സ്ഥാനാർത്ഥിമാരാണോ ആ സ്ഥാനാർത്ഥിമാരായിരിക്കണം ഇവിടെ ജയിക്കേണ്ടത് എന്നുള്ള തീരുമാനം ഞങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം എടുക്കും. ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് വന്യമൃഗശല്യം നേരിടാൻ വനം വകുപ്പ് ചെലവഴിക്കുന്നത്. എന്നാൽ ഇതൊന്നും ഫലപ്രദമാകുന്നില്ല. കാട്ടുമൃഗങ്ങളുടെ ആക്രമണം തുടർക്കഥയാകുമ്പോൾ ഉള്ള കിടപ്പാടം കൂടി ഉപേക്ഷിച്ച് നാടുവിടാൻ ഒരുങ്ങുകയാണ് ഒരു ജനത. എൻ്റെ വാർത്തയുടെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, എൻ്റെ വാർത്ത, അമൃത TV, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. പുതിയ വിശേഷങ്ങളും ജനകീയ പ്രശ്നങ്ങളടങ്ങുന്ന റിപ്പോർട്ടുകളുമായി എൻ്റെ വാർത്ത വീണ്ടും അടുത്തയാഴ്ച കാണാം. നമസ്കാരം.